ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. വീട്ടു നമ്പർ മാറ്റിയ കേസിൽ ആലയ്ക്കൽ അബ്ദുൾ അസീസ് നൽകിയ പരാതി ഓംബുഡ്സ്മാൻ തള്ളിയെന്ന ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ വാദത്തിനെതിരെ മറുപടിയുമായി ആലയ്ക്കൽ അബ്ദുൾ അസീസ്. ചേലക്കര ഗ്രാമപഞ്ചായത്തിനെതിരെ ഞാൻ OP 28-24 നമ്പറായിട്ട് ഓംബുഡ്സ്മാനിൽ പരാതി ചെയ്തിരുന്നു. 20-ാം തീയതി, കഴിഞ്ഞ മാസം 20-ാം തീയതി, ഇന്നിപ്പോൾ 2-ാം തീയതി ആണല്ലോ, 20-ാം തീയതി ഓംബുഡ്സ്മാനിലെ സിറ്റിംഗ് തൃശ്ശൂരുണ്ടായിരുന്നു. ആ ഓംബുഡ്സ്മാനിലെ സിറ്റിങ്ങിൽ എൻ്റെ 3 പരാതിയാണുള്ളത്. 3 പോയിൻ്റാണ് എൻ്റെ ഒരു പരാതിയിൽ 3 പോയിൻ്റാണ്. ഒരു പോയിൻ്റ് എൻ്റെ വാപ്പയുടെ പേരുണ്ടായിരുന്ന ഒരു വീട്ടു നമ്പർ 4/132 ക്യാൻസൽ ചെയ്തു. പഞ്ചായത്ത് നിയമവിരുദ്ധമായിട്ട് ക്യാൻസൽ ചെയ്തു. അത് പുനഃസ്ഥാപിക്കാനും അത് കൂടാത്ത വേറൊരു കോമ്പൗണ്ടിലൊരു വീടിന് പുതിയതായിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ പേരിലൊരു നമ്പർ 4/131D നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പർ ക്യാൻസൽ ചെയ്യാനും, അപ്പോൾ അതിൽ തുടക്കത്തിൽ തന്നെ ഇത് സിവിൽ കേസ് ഉള്ളതാണ്. അപ്പോൾ സിവിൽ കേസ് ഉള്ളതുകൊണ്ട് അതിന് വിധി വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഓംബുഡ്സ്മാൻ ഒറ്റയടിക്ക് ഇത് നിങ്ങൾ സിവിൽ കേസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ കോടതിയായിട്ട് തീരുമാനമാക്കുമെന്ന് പറഞ്ഞിട്ട് ഇത് തള്ളിപ്പോയി. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഇത് 3 പരാതിയാണ്, 3 പോയിൻ്റാണ്, അതിൽ ഫോർജറി ഒക്കെ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല, എൻ്റെ വാദം കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓംബുഡ്സ്മാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിന് വേറെ പരാതി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ 5 പരാതി 5 പരാതി ഇപ്പോൾ ഓംബുഡ്സ്മാന് ഞാൻ വീണ്ടും പരാതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി വാർത്താ സമ്മേളനം ചെയ്ത് CCVയിൽ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇത് പൊളിഞ്ഞു പോയത് ഈ വീട് പൊളിഞ്ഞു പോയതുകൊണ്ട് ആണ് അവർ പഞ്ചായത്ത് അത് നീക്കം ചെയ്തതെന്നാണ് അതിൽ പറയുന്നത്. ആ വീട് പൊളിഞ്ഞു പോയിട്ടില്ല, ഇന്നും ആ വീടുണ്ട്. ആ വീടിൽ 2008-2009 രജിസ്റ്ററിലെ പേജ് 53 പഞ്ചായത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിടക്കുന്നുണ്ട്. അതുകൂടാതെ 22/12/15 എൻ്റെ വാപ്പയുടെ പേരിൽ സാക്ഷിപത്രം പോലീസ് സ്റ്റേഷനിലേക്ക് പഞ്ചായത്തിൽ അതിലൊരു ക്രൈം നടന്നിട്ടുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഉമ്മയുടെ പേരിലുള്ള റേഷൻ കാർഡ് 4/132 കെട്ടിടത്തിലുണ്ട്. 28/12/15 എൻ്റെ ഏട്ടൻ്റെ പേരിലേക്ക് ഈ വീട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ സമയത്തും ആ വീട് അവിടെയുണ്ട്. അത് കഴിഞ്ഞ് 1.25 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ വാപ്പയുടെ പേരിൽ വീണ്ടും ആ വീട് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. 26/9/2017 A8 90-48 നമ്പർ ഉത്തരവ് പ്രകാരം ചേലക്കര പഞ്ചായത്ത് സെക്രട്ടറി റെനി പോൾ മാഡം അത് വീണ്ടും വാപ്പയുടെ പേരിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അതിൽ ക്രൈം നടക്കുമ്പോൾ ആ വീട് അവിടെയുണ്ട്. എൻ്റെ ഏട്ടൻ്റെ പേരിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ ആ വീട് അവിടെയുണ്ട്. 1.25 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ വാപ്പയുടെ പേരിലേക്ക് പുനഃസ്ഥാപിച്ചപ്പോൾ ആ വീട് അവിടെയുണ്ട്. റേഷൻ കാർഡിൻ്റെ സെൻസസ് എടുക്കാൻ വരുമ്പോൾ ആ വീട് അവിടെയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 2 വർഷം ഞാൻ കൃത്രിമമായിട്ട് 4/131D ക്യാൻസൽ ചെയ്യാതെ ഞാൻ ഇതിന് നികുതി അടയ്ക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് 2019-20 ഡിമാൻഡ് നോട്ടീസും 2020-21 വർഷത്തിൽ അരിയാർ ഡിമാൻഡ് നോട്ടീസും ഈ വീടിൽ നിലവിലുണ്ട്. 2022 18/7/22 ഞാൻ 4 ഓണർഷിപ്പ് സാക്ഷ്യപത്രങ്ങൾക്ക് അപേക്ഷ നൽകിയതിൻ്റെ സ്ഥലപരിശോധന നടത്തിയതിന് ശേഷമാണ് ആ വീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പഞ്ചായത്ത് രേഖകൾ നീക്കം ചെയ്യുന്നത്. അല്ലാതെ സിവിൽ കോടതിയുടെ ഉത്തരവ് പ്രകാരമോ അല്ലെങ്കിൽ സിവിൽ കോടതിയുടെ വ്യവഹാരമോ എല്ലാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. ആ രേഖകൾ നീക്കം ചെയ്യുന്ന ഉത്തരവിൽ 25/10/23 പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതിൽ വൈദ്യുതി കണക്ഷൻ ഉണ്ട്, റേഷൻ കാർഡിലുണ്ട്, RTI വിവരാവശ്യങ്ങളുണ്ട്, സാക്ഷ്യപത്രങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 2 കോടതിയിലേക്ക് 2 സാക്ഷ്യപത്രം ഈ വീടിൻ്റെ മുകളിൽ ഹാജരാക്കിയിട്ടുള്ളതാണ്. ഈ 5/8/2015 3/10/2017. അപ്പോൾ ഇതെല്ലാം സാക്ഷ്യപത്രങ്ങളാണ്. പൊളിഞ്ഞു പോയതിനാൽ സസ്പെൻഡ് ചെയ്തിട്ട സാഹചര്യത്തിൽ ഡിമാൻഡ് നോട്ടീസ് നിലവിലുള്ളതാണെന്ന് ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 2019-20 സസ്പെൻഡ് ചെയ്യണം. കാരണം ഡിമാൻഡ് നോട്ടീസ് 2019-20 ഞാൻ വീണ്ടും RTI പ്രകാരം വെച്ചു, ഇത് ആര് സസ്പെൻഡ് ചെയ്തു, എന്ന് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ 25/10/23 തന്നെയാണ് ഇത് ഫീൽഡ് സസ്പെൻഡ് ചെയ്തും അന്ന് തന്നെയാണ് ഇത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്നു. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25/10/23 ഈ വീട് രേഖകളിൽ നിന്ന് നീക്കം ചെയ്താൽ പിന്നെ എന്തിനാന്ന് സസ്പെൻഡ് ചെയ്യണം? സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പഞ്ചായത്ത് പ്രസിഡൻറ്റ് വീട് പൊളിഞ്ഞു പോയി എന്ന് പറയുന്നത് തീർത്തും ശരിയല്ല. പിന്നെ വൈസ് പ്രസിഡൻ്റെ കുറേ ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബസ് സ്റ്റാൻഡ് വിഷയത്തിൽ പരാതികൾ തീർപ്പാക്കി,
അല്ലെങ്കിൽ ഞാൻ കുറേ അംഗനവാടിയിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, തൊഴിലുറപ്പിലെ പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പരാതികളെല്ലാം ഓംബുഡ്സ്മാൻ തീർപ്പാക്കുന്നതാണ് ഈ വൈസ് പ്രസിഡന്റ് പറഞ്ഞത്. ഒന്നാമത്തെ ഇവർക്ക് ഓംബുഡ്സ്മാൻ്റെ ഉത്തരവ് വന്നിട്ടില്ല. ഓംബുഡ്സ്മാൻ്റെ ഇനി ഉത്തരവ് വരുമ്പോഴാണ് ആ ഉത്തരവിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരവ് കൈ കിട്ടുമ്പോൾ അറിയുള്ളൂ. ഒരു ഓംബുഡ്സ്മാൻ്റെ ഉത്തരവ് അവിടെ ഓംബുഡ്സ്മാൻ്റെ സിറ്റിങ്ങിൽ അങ്ങനെ പറഞ്ഞിരുന്നാലും ഇത് സിവിൽ കേസ് ഉള്ളതുകൊണ്ട് അത് നിങ്ങൾ സിവിലായിട്ട് തീർപ്പ് കൽപ്പിക്കുന്നതായിട്ട് ഈ ഫയൽ ക്ലോസ് ചെയ്താലും അതിൽ ഇന്ന കാരണങ്ങളാണ് ഉത്തരവിലൊന്നും പറയുന്നില്ല. അതിന് ഉത്തരവ് വരുമ്പോൾ അറിയാം, വ്യക്തമായിട്ട് അറിയാം. അതുകൂടാതെ ഞാൻ എൻ്റെ വീടിൻ്റെ വിഷയം, വീട് നമ്പർ മാറിയതിൽ CMP 449/23 നമ്പറായിട്ട് അത് വീണ്ടും വിജിലൻസ് കോടതിയിലുണ്ട്. അതും ഇതേപോലെ അപ്രൂവൽ കിട്ടിയില്ല. ബസ് സ്റ്റാൻഡ് വിഷയം 456/20 പറഞ്ഞിട്ട് 2020 അതും വിജിലൻസ് കോടതിയിലുണ്ട്. പിന്നെ വിജിലൻസിന് ഞാൻ ഒരുപാട് പരാതികൾ ചെയ്യുന്നുണ്ട്. വിജിലൻസിൽ എന്ത് പരാതി ചെയ്താലും അവർ അന്വേഷിക്കില്ല. അവർ പ്രഥമ വിരോധമായിട്ട് ഇതിനെ ബ്ലോക്ക് ചെയ്ത് അവിടെ ഇടും. സർക്കാരിനെതിരായിട്ട് വിജിലൻസ് ഒന്നും ചെയ്യില്ല. പക്ഷേ എൻ്റെ വീട്ടു നമ്പറിൻ്റെ വിഷയം ഞാനിപ്പോൾ RT പ്രകാരം എടുത്തപ്പോൾ അത് സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ഡയറക്ടറിലേക്ക് വിട്ടു. ഡയറക്ടർ അത് സർക്കാരിൻ്റെ അടുത്ത് നടപടി എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ പരിഗണനയില്ല. സർക്കാർ ഇത് അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പരാതി അവിടെ ഇവിടെ ഒന്നും ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല. എൻ്റെ പരാതി ഓംബുഡ്സ്മാനിൽ കൊടുത്ത പരാതിയും ഞാൻ മറ്റുള്ള വിഷയങ്ങളിൽ ആരോപിക്കുന്ന വിവരങ്ങൾ യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഇനി ഞാനിത് തൊഴിലുറപ്പ് പദ്ധതി, ലൈഫ് മിഷൻ പദ്ധതി, അംഗൻവാടി, ബസ് സ്റ്റാൻഡ് വിഷയങ്ങൾ ഇതെല്ലാം ഇനി EDക്ക് പരാതി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ CBIക്കും പരാതി ചെയ്തിട്ടുണ്ട്. ഒരു ടീമിൻ്റെ അന്വേഷണം ഏകദേശം തൃശ്ശൂർ വരെ എത്തിയിട്ടുണ്ട്. ഇനി അധികം താമസിയാതെ അത് ചേലക്കര പഞ്ചായത്ത് വരും. അപ്പോൾ വൈസ് പ്രസിഡൻറ്റിൽ സന്തോഷിക്കൊന്നും വേണ്ട, കുറച്ച് വെയിറ്റ് ചെയ്യൂ. എന്തായാലും ചേലക്കര പഞ്ചായത്തിൽ എൻ്റെ അഴിമതി ആരോപണം എല്ലാം ഞാൻ രേഖകൾ വെച്ചിട്ടാണ്, ജെന്യൂനാണ്, 100% എൻ്റെ ആരോപണം വ്യക്തമായിട്ടുള്ള ആരോപണങ്ങളാണ്, എൻ്റെ 100% അപ്പോൾ പഞ്ചായത്ത് ചെയ്ത അഴിമതികൾക്കൊക്കെ എന്തെങ്കിലും ഒരു അന്വേഷണം വരും. അതുകൊണ്ട് ഈ എൻ്റെ വീട്ടു നമ്പറിൻ്റെ വിഷയത്തിൽ ഓംബുഡ്സ്മാൻ അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, ആ കേസ് 28/24 റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ മറ്റുള്ള അഴിമതി ആരോപണങ്ങളൊന്നും എവിടെയും പോയിട്ടില്ല. അതെല്ലാം ശക്തമായിട്ട് തിരിച്ചു വരും. അപ്പോൾ കുറച്ച് പഞ്ചായത്ത് വെയിറ്റ് ചെയ്യൂ. എന്തായാലും കുറച്ച് കാലം കഴിയുമ്പോൾ ഇതെല്ലാം കിട്ടും.